വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ പാനാണല്ലോ. അപ്പോൾ ഉറപ്പിച്ച എന്തോ ഒരു തരികട കുക്കിംഗ് ആയിട്ട് വരവ്. അതെ, ഇന്നൊരു പാൻ കേക്ക് കേട്ടോ. ഉണ്ടാക്കാൻ സിമ്പിളാണ്, കയറ്റി തുടങ്ങിയതാണ്. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ 2 മുട്ട, കുറച്ച് പഞ്ചസാര, തുള്ളി ഉപ്പ്, ഓയിൽ. ഈ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കട്ടെ, കൂടിയാൽ പിന്നെ എന്തിനും പറ്റില്ല. ഇത് ഷുഗർ ബാലൻസ് ചെയ്യാനുള്ള ഉപ്പാണ്. പിന്നെ ഏലക്കാപ്പൊടി, ഇത് വാനില ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയിലെ ഏലക്കായ് വാനിലക്ക് പകരമാണ്. പിന്നെ 1/2 കപ്പ് പാലും കുറച്ച് സോഡപ്പൊടി. ഇത് നല്ലോണം ഇളക്കുക. വിസ്ക് ഉണ്ടെങ്കിൽ അതാട്ടെ നല്ലത്. എൻ്റെ അടുത്ത് വിസ്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചട്ടകം എടുത്തു. ചട്ടകായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇളക്കി കിട്ടിയാൽ പോരെ. പക്ഷേ വിസ്ക് കൊണ്ടാണെങ്കിൽ കുറച്ച് വൃത്തിക്കാവും, ചട്ടകം കൊണ്ടാണെങ്കിൽ കുറച്ച് ഇങ്ങനെയാവും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിക്ക് വേണ്ടത് 1 കപ്പ് മൈദ കേട്ടോ. അത് തുള്ളിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളെ ബാറ്റർ റെഡി. ഇനി പരിപാടി സിമ്പിൾ. കുറച്ചെടുക്കുക, ചട്ടിക്ക് ഒഴിച്ചാൽ മറിച്ചിടുക. അങ്ങനെ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പറയാനും എളുപ്പം. പക്ഷേ എവിടെയോ ഒന്ന് പാളിയേക്കണേ. കാരണം ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ എൻ്റെ പാൻ കേക്ക് വെള്ള കളർ, ഞാനാണെങ്കിൽ വിചാരിച്ചത് ഇതേപോലത്തെ കാപ്പി കളറായിരുന്നു. പക്ഷേ എവിടെ പാളിയതെന്ന് അറിയില്ല. എന്തായാലും പാളിയാൽ നമ്മൾ അലങ്കാരത്തിനൊന്നും ഒരു കുറവ് വരുത്താൻ പാടില്ലല്ലോ. അപ്പം ഞാൻ തട്ടി കുറച്ച് തേൻ എടുത്താണ്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടോ. അങ്ങനെയാണല്ലോ പാൻ കേക്ക് ഫോട്ടോത്തിൽ കാണില്ല, ഡെക്കറേഷനൊക്കെ തേനോണ്ടൊക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആക്കിയത്. ഇത് പാൻ കേക്കിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന പാൻ ദോശ പോവാനായിട്ടില്ല കേട്ടോ. ഒരു വിഭവം കൂടിയുണ്ട്. എന്താണെന്നല്ലേ, കുറച്ച് മാവ് ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് പഴമുണ്ട്. എന്നാൽ പിന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയത്. ഒന്നും പണിയില്ല. പഴം എടുക്കുക, മുറിച്ച ഈ ബാക്കിയുള്ള മാവ് കിട ചട്ടിക്ക് വെച്ച്. ഈ പഴം കറുപ്പ് കളറായതുകൊണ്ട് ആരും തിന്നില്ല. പക്ഷെ ഇങ്ങനെ കാട്ടി ആരും അറിയില്ല ഇത് ഇങ്ങനെയാണെന്നുള്ളത്. തൊലി മാത്രമുള്ള കറുപ്പുള്ള നല്ലതാണ്. അങ്ങനെ ഇന്നൊരു പാൻ കേക്കുമ്പോൾ തുടങ്ങിയത്. ഇപ്പോൾ 3 വിഭവമായി. ഇന്ന് ഇത്രയേ ഉള്ളൂ.